ഇന്ത്യയിൽ എത്ര സ്വർണം വേണമെങ്കിലും വാങ്ങാവോ? അല്ലെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ വാങ്ങിയാൽ ഇൻകം ടാക്സ് പിടിക്കുവോ? സ്വർണ്ണവില കുത്തനെ ഉയരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഗോൾഡ് വാങ്ങാൻ നേരിട്ടൊരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ സ്വർണം വേണമെങ്കിലും വാങ്ങാം. പക്ഷെ സർക്കാർ നോക്കുന്നത് നിങ്ങൾ എത്ര വാങ്ങി എന്നതിലല്ല, ആ പണം എവിടെ നിന്നാണ് വന്നത് എന്നാണ്. ഇവിടെയാണ് പലർക്കും പറ്റുന്നത് ഒരു വലിയ അബദ്ധം. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം ക്യാഷ് ആയി വാങ്ങാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ഇൻകം ടാക്സ് വകുപ്പിന്റെ ശ്രദ്ധയിൽ വരാം. അതുകൊണ്ട് വലിയ വാങ്ങലുകൾ ബാങ്ക് ട്രാൻസ്ഫർ, UPI, കാർഡ് പേയ്മെന്റ് പോലുള്ള ട്രാക്ക് ചെയ്യാവുന്ന മാർഗങ്ങളിലൂടെ ആയിരിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, 2 ലക്ഷത്തിന് മുകളിലുള്ള വാങ്ങലുകൾക്ക് പാൻ കാർഡ് ആവശ്യമായി വരും. കാരണം വലിയ ട്രാൻസാക്ഷനുകൾ സർക്കാർ നിരീക്ഷിക്കും. ബില്ലില്ലാതെ വാങ്ങിയാൽ മതി എന്ന പഴയ രീതി ഇന്ന് വലിയ റിസ്ക് ആണ്. അതിലും പ്രധാനമാണ് വീട്ടിൽ സൂക്ഷിക്കുന്ന സ്വർണം. സാധാരണ ഗൈഡ് ലൈനുകൾ പ്രകാരം വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം വരെ, അവിവാഹിതയായ സ്ത്രീക്ക് 250 ഗ്രാം വരെ, പുരുഷന് 100 ഗ്രാം വരെ സ്വർണം കൈവശം വെക്കുന്നത് സാധാരണയായി ചോദ്യം ചെയ്യാറില്ല. പക്ഷെ അതിന് മുകളിലാണെങ്കിൽ ബിൽ, പാരമ്പര്യ രേഖ, ഗിഫ്റ്റ് തെളിവ് പോലുള്ള രേഖകൾ ചോദിക്കാം. പലരും ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്, പഴയ ഗോൾഡ് ബില്ലുകൾ കളയുക. പക്ഷെ ഭാവിയിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷ. കാരണം ഇന്ത്യയിൽ സ്വർണം ഇനി വെറും ആഭരണമല്ല, അത് ഇൻവെസ്റ്റ്മെന്റും എമർജൻസി ഫണ്ടും ബ്ലാക്ക് മണി ട്രാക്കിങ്ങിന്റെ ഭാഗവുമാണ്. നിങ്ങൾ ഗോൾഡ് വാങ്ങുമ്പോൾ ബില്ല് സൂക്ഷിക്കാറുണ്ടോ? കമന്റിൽ പറയൂ. ഇത്തരത്തിലുള്ള ബിസിനസ് ആൻഡ് ടെക് അപ്ഡേറ്റ്സിന് ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.